ആദരണീയരായ ഖുർആൻ വിശ്വാസികളെ, വിശുദ്ധ ഖുർആന് തത്വബോധപരമായി വായിക്കുന്ന ഒരു വെള്ളിയാഴ്ച ദിവസത്തേക്ക് നിങ്ങളെ ഓരോരുത്തരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്നുള്ളത് സംശയമില്ല. സോഷ്യൽ മീഡിയ വഴികളും അതേപോലെ മറ്റുള്ള മാധ്യമങ്ങൾ വഴിയും നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗത്തെ മറുവിഭാഗം ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗത്തിൽ ജനിച്ചു എന്ന പേരിൽ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ത് പ്രസ്താവന നടത്തിയാലും അതെല്ലാം ഒരു മതത്തിൻ്റെ നേർക്ക് ഉപയോഗിക്കാനും അതിലൂടെ ആ മതത്തെയും മതത്തിൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആളുകളെയൊക്കെ എഴുത്തി കാണിക്കുവാനും എല്ലാവരോടും പ്രതികാര ബുദ്ധിയ പെരുമാറാനുള്ള ഒരു വാസന വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വേദങ്ങൾക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ തത്വബോധപരമായ വായനയിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. 14 നൂറ്റാണ്ട് മുന്നേ ഇറങ്ങിയതും ഒരു ഗോത്ര സമൂഹത്തിന് മാത്രം ഉപകാരപ്പെടുന്നതുമായ ഒരു വേദം എന്നതിൽ നിന്ന് നമുക്ക് ലോക ജനതയുടെ മനസാക്ഷിയെ തട്ടിയുണർത്തുന്ന വല്ലതും വിശുദ്ധ ഖുർആനിലുണ്ടോ എന്നാണ് തത്വബോധപരമായ വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു, ഇജിലിനെ സ്വീകരിക്കാം. ഇജിലിനെ സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളോട് തന്നെയാണ് അക്രമം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ പരിവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു നിലവാരത്തിലേക്ക് നമ്മളൊരു ആശയത്തെ വായിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളിതിന് മുന്നേ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇസ്രായേലിയരായ ആളുകൾ ഒരു പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചു. അത് അവരോട് തന്നെ ചെയ്ത ഒരു അക്രമമായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം, അതിൽ വിശ്വസിച്ച ആളുകൾ വിശ്വസിക്കാത്ത ആളുകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അതിൽ വിശ്വസിച്ച ആളുകൾ പശുക്കുട്ടിയെ ദൈവമായി ആരാധിച്ചവരെ കൊന്നൊടുക്കണം എന്ന രൂപത്തിലുള്ളൊരു നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്നതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെ ഒന്ന് പരിവർത്തനം ചെയ്ത് വായിച്ചു. അവിടെ കത്തല, കിത്താല്, കുത്തില, കാത്തില് എന്ന് പറയുന്ന എല്ലാ പ്രയോഗങ്ങൾക്കും കൊല്ലുക, വധിക്കുക, യുദ്ധം ചെയ്യുക എന്നിങ്ങനെയുള്ള അർത്ഥതലങ്ങൾ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോ വ്യക്തിയും അവനവൻ്റെ മനസ്സിനെ പരിവർത്തിക്കണമെന്ന രൂപത്തിലാണ് അവിടെ കത്തല, കിത്താല്, കുത്തില, കാത്തില എന്ത് തന്നെ പ്രയോഗങ്ങൾ വന്നാലും ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എൻ്റെതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറ 2-ാം അധ്യായം അതിലെ 246-ാമത്തെ വചനത്തെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ഒന്ന് വിലയിരുത്താം. 1400 വർഷം മുന്നേ കെട്ടുപോയ ഒരു വ്യവസ്ഥിതിയാണോ അതല്ല ഇന്നും കത്തി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതി നമുക്കതിലൂടെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിതിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇജിലിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പെടുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വ്യഗ്രതയുണ്ടല്ലോ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേനും. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ പല വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ നമ്മൾ പുറപ്പെടാറില്ല. ആ നിജസ്ഥിതി അന്വേഷിക്കുന്ന മുന്നേ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വെറുപ്പോടും വിദ്വേഷത്തോടും കൂടി മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്ന വിധം നമ്മുടെ നയം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെ വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഇജിലിനെ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ആ ഇജിലിനെ സ്വീകരിച്ചത് കൊണ്ടാണ് നമ്മളോട് തന്നെ ചെയ്യുന്ന അനീതിയായിട്ട് അതിനെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഖുർആൻ ഒരു സാങ്കേതിക പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തേക്കും പ്രാക്ടിക്കലായ രൂപത്തിൽ, അല്ലെങ്കിൽ ഏത് കാലത്തും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയായിട്ട് നമ്മളതിനെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ പരിവർത്തിച്ച് ആ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇജില്. അങ്ങനെ കൊണ്ടുവരണം നമ്മൾ. ആ കൊണ്ടുവരാൻ കഴിയാതെ മറ്റുള്ള മതസ്ഥരുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യങ്ങൾ തകർക്കുന്ന നയങ്ങളെയാണ് ഇജില് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടർ ഒരു പശുവിനെ ആരാധിച്ചത് കൊണ്ടോ, ഒരു മാടിനെ ആരാധിച്ചത് കൊണ്ടോ, ഒരു മൂരിക്കുട്ടി ആരാധിച്ചത് കൊണ്ടോ പടച്ചു തമ്പുരാൻ ഒരു നഷ്ടം വരാനില്ല. അതിനൊന്നും അത്ര വലിയ തെറ്റായിട്ട് ഖുർആൻ പരിഗണിച്ചിട്ടുമില്ല. പരിഗണിച്ചതൊക്കെ തന്നെ ഈ രൂപത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ നമ്മുടെ ഈ മൊത്തത്തിലുള്ള ആളുകളും ഇജിലിനെ സ്വീകരിച്ചിക്കണമെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇജില് എന്ന് പറയുന്ന അവസ്ഥയെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിവർത്തിക്കേണ്ട സമയമായി. അതാണ് ഖുർആൻ പറഞ്ഞത്, കാത്തിലും അംഫുസക്കും, നിങ്ങളെ തന്നെ വധിക്കേണ്ടതുണ്ട്. എന്താ വധിക്കുക എന്ന് പറഞ്ഞാൽ
പരിവർത്തനം ചെയ്യുന്നു. അവിടെ വധിക്കുക എന്നുള്ളത് ഭാഷാപരമായ അർത്ഥമാണെങ്കിലും അവിടെ നമ്മൾ നമ്മളെ പരിവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവിടെ ഇനി വധിക്കുക എന്ന അർത്ഥമാണ് ഉള്ളതെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് വധിക്കേണ്ടത്? നമ്മളിലുള്ള ആ പൂർവികമായ ചിന്തയുണ്ടല്ലോ, വൈരാഗ്യം വിദ്വേഷമൊക്കെ വളർത്തുന്ന ആ ചിന്ത, അതിനെയാണ് ഇല്ലാതാക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഈ സത്വഗുണങ്ങളെ എല്ലാം നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത്. സത്വഗുണത്തിന് എതിരെയുള്ള ചിന്തകളെ നമ്മൾ കിത്താല് ചെയ്യണം, പരിവർത്തിക്കണം. എന്നിട്ട് സത്വഗുണത്തിന് അനുകൂലമായ ചിന്തകളിലേക്ക് നമ്മൾ വരണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ വാക്ക് ഇജ്ലി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ സർവീസ് മേഖലയിലേക്ക് നമ്മൾ നോക്കുക, ഗവൺമെൻറ് സെക്ടറിലേക്ക് ഈ പദവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഇത് നമുക്കറിയാം, കൂടുതൽ ആളുകളും സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റേത് പ്രൈവറ്റ് മേഖലയായാലും കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു മനസ്സാണ് കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ആളുകളാണ്. അപ്പോൾ ഒരു മതവിശ്വാസിയോ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാളോ കൈക്കൂലി കിട്ടിയാലേ ഞാൻ എന്തും ചെയ്തു കൊടുക്കൂ എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ അതും ഇജ്ലിനെ സ്വീകരിച്ച ഒരു മനോഗതിയാണ്. അവനൊരു പശുക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നേരെ കൈകൂപ്പി എന്നുള്ളതല്ല ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഉപകാരം ചെയ്തോ, അതിന് എന്ത് വേണം? എനിക്ക് ബെനിഫിറ്റ് വേണം. അതിനെന്താണ് ബെനിഫിറ്റ്? ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു ലൈസൻസ് ശരിയാക്കി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾക്കൊക്കെ ആര് സമീപിച്ചാലും അതിൽ നിന്ന് എനിക്ക് എൻ്റെ കീശ നിറയാൻ വേണ്ടി എനിക്കൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ പറയും, എന്താണ് കാഴ്ചവെക്കൽ. അങ്ങനെ വല്ലതും കാഴ്ചവെച്ചാൽ മാത്രം കനിയുന്നൊരു വ്യക്തിയായിട്ട് ആര് മാറിയിട്ടുണ്ടോ, ഇത്തരം ചിന്താഗതികൾ വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ ഇജ്ലിനെ സ്വീകരിക്കലാണ്. അപ്പോൾ ഇത്രയും വിശാലമായ അർത്ഥത്തിലേക്ക് പോവേണ്ട ഒരു പദത്തെ കേവലം ഇജ്ലി എന്ന് പറയുന്ന ഒരു മൂരിക്കുട്ടി, പശുക്കിടാവ് എന്നൊക്കെ പറഞ്ഞ് നിലനിർത്തും. അങ്ങനെ ആ ഒരു ചെറിയ രൂപത്തിലേക്ക് കൊണ്ടുവരികയും, അപ്പോൾ മുസ്ലിങ്ങൾ ആരും വിഗ്രഹാരാധന നടത്തുന്നില്ല, ഇപ്പോൾ വിഗ്രഹാരാധന നടത്തുന്ന മറ്റുള്ളവരാണ് പ്രശ്നക്കാർ എന്ന രൂപത്തിലേക്ക് അതിനെ ഒതുക്കി നിർത്തി. നേരെ മറിച്ച് ഖുർആനിലേക്ക് നമ്മൾ വരുമ്പോൾ മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ തട്ടി ഉണർത്തുന്ന ഒരായത്തായിട്ടാണ് നമുക്കതിനെ പരിഗണിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിലെ ആദ്യത്തിൽ ഫക്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിവർത്തനം ചെയ്യൂ എന്നുള്ള ആ ആയത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കടന്നു വന്നത്. അതുകൊണ്ടാണ് വൈദ് ഖതൽതു നഫ്സൻ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിവർത്തിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഫദ്ദാറതും ഫീഹ, നിങ്ങൾക്കതിൽ ഒരു കുറ്റബോധം ഉണ്ടായി, അല്ല കുറ്റവിചാരണ ഉണ്ടായി. നമ്മൾ തിരുത്തൽ ശക്തി എന്ന് പറയില്ല, ആ ഒരു തിരുത്തൽ ശക്തിയിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ പരിവർത്തിക്കാൻ നമുക്കാവണം. അങ്ങനെ പരിവർത്തന ശേഷിയുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആൻ കത്തല, കിത്താല്, കുത്തില എല്ലാ പദങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ തന്നെ കേവലം കൊല്ലലും യുദ്ധവുമായി നമ്മൾ ചുരുക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ഇത്തരം ഖുർആനിക വചനങ്ങളോട് നമുക്ക് എതിർപ്പ് തോന്നാനുള്ള കാരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് 2:246 നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അലം തറ ഇലൽ മലൈ മിൻ ബനി ഇസ്രായീല മിൻ ബഅദി മൂസ ഇദ ഖാലു ലിൻ നബിയ്യിൻ ലഹും ഉബഅസ് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹി ഖാല അൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാല അല്ലാ തുഖാതിലു ഖാലു വമാ ലനാ അല്ലാ തുഖാതില ഫീ സബീലില്ലാഹി വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നാഇനാ ഫലമ്മാ കുതിബ അലൈഹിമുൽ ഖിതാലു തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും വല്ലാഹു അലീമുൻ ബിദ്ദാലിമീൻ എന്നൊരായത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ ബാഹ്യതല അർത്ഥങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടന്നു നോക്കാം. അലം തറ ഇലൽ മലഇ, ചില ആളുകളെ, ചില പ്രധാനികളെ നിനക്ക് കാണാൻ കഴിഞ്ഞുവോ? മിൻ ബനി ഇസ്രായേല, ബനി ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ. മീൻ ബഅദി മൂസയുടെ മരണശേഷം. ഇത് കാലുൽ നബിയെ, മൂസ എന്ന പ്രവാചകന് ശേഷം വന്ന നബിയോട് അവർ ആവശ്യപ്പെട്ടു. ലഹും ഉബഅസ ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു നബിയെ നിങ്ങൾ നിയോഗിച്ചു തരണം, ആ നബിയോട് രാജാവിനെ നിയോഗിച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഖാല, അതിന് ആ നബി പറഞ്ഞ മറുപടി, ഹൽ അസൈതും ഇൻ കുതിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, അങ്ങനെ യുദ്ധം ഒരു നിയമമാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുമോ? ഖാലു, അപ്പോൾ അവർ മറുപടി പറഞ്ഞു, വമാ ലനാ അല്ലാ തുഖാതില ഫീ സബീലില്ലാഹ്, അതെങ്ങനെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുക? വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വ അബ്നാഇനാ,
ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നെല്ലാം തന്നെ അവർ ഞങ്ങളെ പുറത്താക്കിയ സ്ഥിതിക്ക് കുല്ലമാ കുത്തിബ അലൈക്കുമിൽ കിതാലു തവല്ലു ഇല്ലാ കലീലം മിൻഹും, അങ്ങനെ അതൊരു നിയമമാക്കി അവതരിപ്പിച്ചപ്പോൾ അപൂർവം ചില ആളുകൾ മാത്രം, ചുരുക്കമായ ആളുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തത്. വല്ലാഹു അലീമുൻ ബിസ്സാലിമീൻ, യുദ്ധം ചെയ്യാത്ത അക്രമികളെ കുറിച്ച് അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം. ഇതാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന നിയമമുണ്ടെന്നും ആ നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ആ വിശ്വാസികൾ യുദ്ധത്തിൽ ഏർപ്പെടണമെന്നും യുദ്ധത്തിൽ ഏർപ്പെടാതെ മാറി നിന്നവരൊക്കെ തന്നെ ബിൽവാലിമീൻ എന്ന് പറയുന്ന അക്രമികളുടെ മാർഗത്തിലേക്ക് പോയവരാണ് എന്ന രൂപത്തിലാണ് ഖുർആൻ പരിഭാഷകൾ രചിച്ചു വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരമുള്ള ബാഹ്യാർത്ഥത്തിലുള്ള വായന സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏതു മതത്തോട് ഒരു നിന്ദ്യമായ ഒരു തോന്നലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങളെ ഇടിച്ചു താഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അഥവാ ഇതിനെ ബാഹ്യാർത്ഥത്തിൽ മാത്രം കാണാനുള്ള മനസ്സ്, അതും വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ ഇജ്ലാണ്. ആ ബാഹ്യാർത്ഥത്തിൽ മാത്രം കാണാനുള്ള നമ്മുടെ മനോഗതിയും ഖുർആൻ്റെ ഭാഷയിൽ ഇജ്ലാണ്. അതിനെന്ത് ചെയ്യണം? പരിവർത്തിച്ചിട്ട് മനുഷ്യത്വത്തിനനുസരിച്ച് 6-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയത് മാത്രമല്ല, ഈ 21-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇതിനെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ സ്വയം പരിവർത്തിച്ചുണ്ടാക്കണമെന്ന നിർദ്ദേശമാണ് ഖുർആൻ നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകാം. അലം തറ ഇലൽ മലൈ. അപ്പോൾ അലം തറ, നീ കണ്ടുവോ എന്ന് ചോദിച്ചാൽ ഒരു കാലത്ത് നമ്മൾ കാണുന്ന കാഴ്ചയല്ല, നമ്മുടെ ഉൾക്കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചയുണ്ട്, നമ്മുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്ക് നിനക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇലൽ മലഹ്, ചില ആളുകളെ. അപ്പോൾ ഏതാണ് ഈ ആളുകൾ? മലഹ് എന്ന് പറയുമ്പോൾ പ്രധാനികൾ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ പ്രധാനികൾ എന്ന് പറഞ്ഞാൽ വ്യക്തിബോധത്തിൽ തന്നെ അങ്ങനെ നിലകൊള്ളുന്ന ആളുകൾ, നമ്മുടെ പരിവർത്തനം ചെയ്യാനാവാതെ വ്യക്തിബോധത്തിൽ തന്നെ ഇരിക്കുന്ന ആളുകളെ കുറിച്ചാണ് മലഹ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ മലഹ് പല സ്ഥലത്തും ആവർത്തിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ പ്രധാനികൾ എന്ന് പറഞ്ഞു പോവുക ചെയ്തിട്ടുള്ളത്. പ്രധാനികൾ എന്നുള്ളതല്ല, വ്യക്തിബോധത്തിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? വ്യക്തിബോധത്തിൽ നിന്ന് മഹാബോധത്തിലേക്കുള്ള യാത്രയാണ് ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ അധികം ആളുകളും വ്യക്തിബോധത്തിൽ തന്നെ ഇരിക്കുകയും മഹാബോധത്തെ മറന്നുപോവുകയും ചെയ്യുന്ന അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, വ്യക്തിബോധത്തിൽ മാത്രം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയാണ് മിൻ ബനി ഇസ്രായേല, ബനി ഇസ്രായേലിൽപ്പെട്ട. ഏതാണ് ബനി ഇസ്രായേൽ? എന്താണ് ബനി ഇസ്രായേൽ എന്ന് നമുക്കറിയാം. അന്ധകാരങ്ങളെ മുറിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരാണോ അതാണ് വിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. നമ്മൾ സാമുദായികമായി പഠിച്ച ബനു ഇസ്രായേലരും ഖുർആനുമായിട്ടൊരു ബന്ധമില്ല. ഖുർആൻ പറയുന്ന ബനി ഇസ്രായേൽ ആരാണ്? നമുക്ക് മനസ്സിന് വന്നു ചേർന്നൊരു വെളിച്ചം. ആ വെളിച്ചത്തിലൂടെ നമ്മുടെ മുൻകാല അനുഭവങ്ങളെ, ദുരനുഭവങ്ങളെ, അന്ധകാരങ്ങളെ വകഞ്ഞു നീക്കി മുന്നോട്ട് പോകുന്ന മനസ്ഥിതി, അവരാണ് ഖുർആൻ്റെ ഭാഷയിൽ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ആരാണ്? സാമുദായികമായ മതത്തിൽപ്പെട്ട ആളുകളെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സ്വയം പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയുള്ള ആയത്തുകളാണ്, ഒരു നിർദ്ദേശമാണ് ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലം തറ ഇലൽ മലഅ്, വ്യക്തിബോധത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ആളുകളെ നിനക്ക് കാണാൻ കഴിയുമോ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ണുകൊണ്ടല്ല, ഉൾക്കണ്ണുകൊണ്ട് അവരെ തിരിച്ചറിയാനുള്ള ആ ചിന്ത നിനക്ക് വന്നെത്തുന്നുണ്ടോ? അത് മനസ്സിലായിട്ടുണ്ടോ? മീൻ ബനി ഇസ്രായേൽ. ആ വ്യക്തിബോധത്തിൽ നിന്ന് മഹാബോധത്തിലേക്ക് നയിക്കേണ്ട ചിന്തകൾ അങ്ങനെ തന്നെ ഉറച്ചു പോയ ആളുകളെ സംബന്ധിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മീൻ ബാദി മൂസ വന്നതിന് ശേഷം. അപ്പോൾ മൂസയുടെ മരണശേഷം എന്നാണ് സാധാരണ. ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മീൻ ബാദി മൂസ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ കാലം കഴിഞ്ഞിട്ട് എന്നുള്ളൊരു കള്ളക്കഥ അവിടെ കുത്തിക്കയറ്റി ചരിത്രത്തെ ഖുർആൻ പരിഭാഷയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മീൻ ബാദി മൂസ എന്ന് പറഞ്ഞാൽ മൂസ എന്ന വ്യക്തി മരണപ്പെട്ട ശേഷം എന്നാക്കി. ഇവിടെ മൂസ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് മൂസ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മുടെ മേധശക്തിയെയാണ് വിശുദ്ധ ഖുർആൻ മൂസ എന്ന് പറയുന്നത്. അപ്പോൾ മൂസ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാലോ, മൂസ എന്താണ്, ഇബ്രാഹിം എന്താണ്, മുഹമ്മദ് എന്താണ്, ആദം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അഥവാ വ്യക്തിബോധത്തിലിരിക്കാനുള്ളവനല്ല ഞാൻ മഹാബോധത്തിലേക്ക് സഞ്ചരിക്കാനുള്ളവനാണ് എന്ന തോന്നലുണ്ടായതിനു ശേഷവും, ആ മേധശക്തി അല്ലെങ്കിൽ ആ ബുദ്ധിശക്തി നമ്മളിലേക്ക് വന്നെത്തിയ ശേഷവും, അത് നമ്മളിലുണ്ടായ ശേഷവും എന്നതാണ്. ആ അവസ്ഥയിൽ നമ്മൾ എത്തിയ ശേഷം അല്ലെങ്കിൽ മൂസയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ ശേഷവും നമ്മളെക്കുറിച്ച് പറയുന്നത് ആദമിൽ നിന്ന് മുഹമ്മദിലേക്കുള്ള യാത്രയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആദം എന്ന് പറയുമ്പോഴത്തേന് ചരിത്രത്തിലേക്ക് പോകും.
നൂഹ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിലേക്ക് പോകും, ഇബ്രാഹിം എന്ന് കേൾക്കുമ്പോൾ ചരിത്രത്തിലേക്ക് പോകും, അതുപോലെ ഫിർഔൻ എന്ന് കേൾക്കുമ്പോൾ, നമ്രൂദ് എന്ന് കേൾക്കുമ്പോൾ എല്ലാം ചരിത്രത്തിലേക്ക് മനസ്സങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വ്യക്തി എന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ പുരോഗമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞു തരുന്നത് എന്നത് നമ്മൾ വിസ്മരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മിമ്പാദ്യം മൂസ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള അവസ്ഥ. മൂസ എന്താണ്, അല്ലെങ്കിൽ മേധശക്തി എന്താണെന്നൊക്കെ വ്യക്തമായി തിരിച്ചറിഞ്ഞതിന് ശേഷവും ഇത് കാലുവലി നബിയെ അവർ പറഞ്ഞു. ആരോട്? തൻ്റെ നബിമാരോട് പറഞ്ഞു. ആരാണ് അവിടെ നബി എന്ന് പറയുന്നത്? ഒരു പ്രവാചകനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ബോധത്തെ ഉണർത്തുന്ന ഒരു ശക്തി നമ്മളിലുണ്ട്, അതിനോട് പ്രതികരിക്കുകയാണ്. ഇത് കാല എന്ന് പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു. ലഹും അവർ ഇബസലന മലിക്കൻ, ഞങ്ങൾക്കൊരു മലിക്കിനെ, ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും ഉണ്ടാക്കി തരണം, എഴുന്നേൽപ്പിച്ച് തരണം. നുക്കാത്തിൽ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആരാണ് മലിക്ക്, ഇവിടുത്തെ രാജാവ് ആരാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് ആരാണ് വരുന്നതെന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പം മലിക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? സംഭവം രാജാവ് തന്നെയാണ് അർത്ഥമുള്ളതെങ്കിലും കൂടി ഇവിടുത്തെ രാജാവ് സ്വന്തം ആത്മീയ മനോഗതിയെ ഭരിക്കാനും നമ്മുടെ ആത്മീയ ലോകത്തെ കീഴടക്കാനുമുള്ള ശക്തി ആരിലാണോ ആ ഒരു മലിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ തന്നെ, നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ രാജാവ് ആരാ? നമ്മൾ തന്നെയാണ്. വേറെ രാജാവിനവിടെ സ്ഥാനമില്ല. അപ്പം നമ്മുടെ ആ ബലം അത് ഒന്ന് വർദ്ധിച്ച് കിട്ടുക എന്നതാണ് അവിടെ മലിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നുക്കാത്തിൽ പരിവർത്തനം ചെയ്യാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയല്ല, പരിവർത്തനം ചെയ്യാൻ. എന്ത്? ഫീ സബീലില്ലാഹി. അപ്പം ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സത്വഗുണത്തിൻ്റെ മാർഗം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ നെഫ്സ് മുത്തമയിന്നയുടെ മാർഗത്തിലേക്ക്. അപ്പോൾ നെഫ്സ് മുത്തമയിന്നയുടെ മാർഗത്തിലല്ല ഇപ്പോൾ ഞാനുള്ളത്, സത്വഗുണത്തിൻ്റെ പാതയിലല്ല ഇപ്പോൾ ഞാനുള്ളത്. അതുകൊണ്ട് എൻ്റെ ചിന്തകളെയും എൻ്റെ പ്രവർത്തനങ്ങളെയും സത്വഗുണത്തിൻ്റെ പാതയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള രൂപത്തിൽ ഒരു രാജാവ്, ഒരു മലിക്ക് ആർക്ക് വേണം? ഞങ്ങൾക്ക് വേണമെന്ന് എപ്പോൾ പറഞ്ഞത്? മൂസ വന്നപ്പോഴാണ് അവർക്കത് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിവർത്തനം ചെയ്യാനുള്ള മേധശക്തി എന്ന അവസ്ഥ നമ്മളിലുണ്ട് എന്ന് തിരിച്ചറിയുകയും നമ്മൾ വ്യക്തിബോധത്തിൽ നിന്ന് മഹാബോധത്തിലേക്ക് സഞ്ചരിക്കേണ്ടവരാണ് എന്ന തോന്നലുണ്ടായപ്പോൾ അവരിൽ തന്നെ പെട്ട ആ സമൂഹത്തോട് പറയുന്നു, അല്ലെങ്കിൽ തന്നിൽ ഒതുക്കിക്കൊണ്ട് പറയുന്നു, കാത്തിൽ ഫീ സബീലില്ല, സത്വഗുണത്തിൻ്റെ മാർഗത്തേക്ക് ഞങ്ങൾ പോവേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും വർഗീയത. ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തെ കണ്ടുകൂടാ, ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തെ കണ്ടുകൂടാ. അവരുടെ മതങ്ങളും തിരിച്ചറിയാവുന്ന അടയാളങ്ങളൊക്കെ വെറുപ്പിൻ്റെതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്വഗുണം ഉണരണം. ഇവിടെ നമ്മളിലെ മൂസയെ നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. അപ്പോൾ മൂസ എന്ന പറഞ്ഞ പദം ഒരു അറബി പദമാണ്. അതുകൊണ്ട് അതിനെ ചെറുതായി കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിൻ്റെ ഒരു മേധശക്തി എന്ന് പറഞ്ഞാൽ ഭാരതീയ തത്വശാസ്ത്രത്തിനനുസരിച്ച് മേധശക്തി എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല. ആ മേധശക്തി നമ്മളിൽ ഹാജരാവണം, നമ്മളിൽ ഉണ്ടാവണം. ആ മേധശക്തിയുടെ ഭാഗത്തേക്ക് ആ മേധശക്തിയുടെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ തീർച്ചയായിട്ടും നമ്മളിൽ തന്നെ പരിവർത്തിക്കുന്ന രൂപത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ വരണം. അവിടെ നമുക്ക് വർഗീയതയോ ധ്രുവീകരണമോ ഉണ്ടാവുന്നില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പരിവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്മുടെ രാജാവ്, അഥവാ നമ്മുടെ സ്വയം പരിവർത്തനത്തിന് വേണ്ടിയുള്ള ആ ഒരു മനോഗതി, അല്ലെങ്കിൽ പ്രൗഢഭാവം നമ്മളിലേക്ക് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. കാല അതിനുള്ള മറുപടി ഹൽ അസൈത്തും, അപ്പം നിങ്ങൾ ആയിത്തീരുമോ? ഇൻ കുത്തിബ, അങ്ങനെ ഒരു നിയമം നിങ്ങളുടെ മുന്നിൽ വന്നാൽ, ഒരു പ്രാക്ടിക്കലി നിങ്ങളെ തന്നെ തിരുത്തുന്ന ഒരു നിയമം, അല്ലാണ്ട് അത് ഈ ലോകത്തിന് മൊത്തത്തിലുള്ള ബാധകമായ നിയമത്തെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളെ തിരുത്തുന്ന രൂപത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് വന്നെത്തിൽ, ആലേക്കും അവർക്ക് വന്നെത്തിൽ, അൽ കിത്താലും അവരെ സ്വയം പരിവർത്തിക്കുന്ന രൂപത്തിലേക്ക്, അല്ലാ തുക്കാത്തിലും, അപ്പോൾ നിങ്ങൾ പരിവർത്തിക്കാതിരിക്കുമോ? ഇപ്പോൾ മൂസ എന്ന മേധശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ മൂസ എവിടെയാണ് ഉണ്ടാകുന്നത്? ബനു ഇസ്രായേലിലാണ്. ആരാണ് ബനു ഇസ്രായേൽ? സത്യത്തെ തേടി അന്വേഷിക്കുന്ന മനസ്സിൻ്റെ ഉടമസ്ഥകളെ മുഴുവൻ ഖുർആൻ പിടിച്ചത് ബനു ഇസ്രായേൽ എന്നാണ്. ഈ ബനു ഇസ്രായേലിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോകുന്നത് പലസ്തീനിലേക്കാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തേക്കാണ്. ആ ഒരു രാഷ്ട്രത്തെക്കുറിച്ചല്ല ഇവിടെ പറയും. ബനു ഇസ്രായേൽ ആരാണെന്ന് ചോദിച്ചാൽ സത്യം അന്വേഷിച്ച് നടക്കുന്ന ആളുകളെല്ലാം ബനു ഇസ്രായേലാണ് ഖുർആൻ്റെ ഭാഷയിൽ. അവിടെ ഒരു മൂസ വേണം, അവർക്ക് വഴി കാണിക്കാൻ മൂസ വേണം, അവരുടെ സ്വന്തം മേധശക്തി വേണം. ആ മേധശക്തി വന്നടഞ്ഞ ശേഷം അവരിൽ തന്നെയുള്ള ആ ദിവ്യശക്തി തിരിച്ചെടുക്കാൻ വേണ്ടി അവരെ ഉണർത്തുകയാണ്, അവരൊന്ന് പുനർജനിപ്പിക്കുകയാണ്.
മലിക്കൻ, ഒരു രാജാവിലൂടെ, അവരുടെ സ്വന്തം മനോഗതിയിലൂടെ നുക്കാത്തിൽ ഫീ സബീലില്ല, ദൈവികമായ ഗുണത്തിൽ അവരെ പരിവർത്തിക്കാൻ വേണ്ടി. കാലഹൽ അസത്തും ഇൻ കുത്തിബ അലൈക്കുമൽ കിത്താലു അല്ലാ തുക്കാത്തിലു. ഇങ്ങനെ ഒരു വ്യവസ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുമോ എന്നാണ് ഖുർആന്റെ ചോദ്യം.